എല്ലാവർക്കും നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സ്വർഗീയ പ്രിയ അശോകൻ സാറിൻ്റെ അവിസ്മരണീയ യോഗം നടത്തുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ എനിക്കും അവസരം കിട്ടിയതിൽ ഞാൻ അതിയായ സന്തോഷം ഇതൊരുക്കിയ ഭാരവാഹികൾക്കും ശ്രീ മനോജ് കല്ലറയടക്കമുള്ള എല്ലാ സംഘാടകർക്കും അറിയിക്കട്ടെ. ലേറ്റ് ശ്രീ അശോകൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെപ്പറ്റി ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം നാട്ടിൽ നിന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. അത് കഴിഞ്ഞതിന് ശേഷം IAS കേഡറിൽ സെലക്ഷനായിട്ട് ഡൽഹിയിൽ പ്ലാനിംഗ് കമ്മീഷനിൽ വന്നു. ഔദ്യോഗികമായി അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ റിട്ടയറായ വിവരങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പോലും അദ്ദേഹവുമായി സഹകരിക്കാൻ കുറേ കാലത്തേക്ക് അതിനുശേഷം അവസരം കിട്ടിയ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ചാരുതയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ അഹിഷ്ണമായ അല്ലെങ്കിൽ നിസ്സാർഗമായ ചുറുചുറുക്കോടുള്ള പ്രവർത്തന പരിചയത്തെപ്പറ്റി, നമുക്ക് നൽകുന്ന ഗൈഡ് ലൈനിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കട്ടെ. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പോലും അദ്ദേഹം പല സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാവിധ സംഘടനകളുമായിട്ടും ഓർഗനൈസേഷനുമായിട്ടും നല്ല ഒരു സുപരിചിതനും നല്ല രീതിയിൽ ഗൈഡ് ലൈൻ നൽകുന്ന നമുക്കെല്ലാവർക്കും വളരെ അഭിമാനത്തോടെ എപ്പോഴും ഓർക്കാനും കഴിയുന്ന പ്രിയ അശോകൻ സാറിൻ്റെ പ്രവർത്തന പരിചയവും നമുക്ക് നൽകുന്ന നിസ്സാർഹമായ ആ ഗൈഡ് ലൈനും ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ സ്കൂളുകളുടെ കാര്യത്തിലായാലും മറ്റിതര സംഘടനകൾ, ശ്രീ അയ്യപ്പ പൂജാ സമിതിയുടെ ആയാലും കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആയാലും DMAയുടെ ആയാലും അങ്ങനെയുള്ള പല പല സംഘടനകളിൽ അദ്ദേഹത്തിൻ്റെ ആ പങ്ക്, ആ ഒരുമ, ചെറുപ്പക്കാരെക്കാളും ചെറുപ്പക്കാരായിട്ടുള്ള ചുറുചുറുക്കോടെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് നമ്മളെ നയിച്ചുകൊണ്ട്, നമുക്ക് ഗൈഡ് ലൈൻ തന്നുകൊണ്ട്, നമ്മളെ ഏത് ബുദ്ധിമുട്ടുകളിലും നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴുണ്ടോ, സംശയങ്ങൾ എപ്പോഴുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ഒരു നല്ല ഗൈഡായിട്ട്, നല്ലൊരു മീൻസ് ഭംഗിയായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കൊരു മാർഗ്ഗദർശിയായിട്ട് അദ്ദേഹം നമ്മളോട് സഹകരിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് എന്നോട് ഞാൻ പല കാര്യങ്ങൾ ഒരു 5-8 വർഷത്തോളം അദ്ദേഹവുമായിട്ട് നല്ല അടുത്ത് ഇടപഴകി. പല കാര്യങ്ങൾക്കും എനിക്ക് വളരെ വളരെ നല്ല മാർഗ്ഗനിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഓർമ്മയിൽ പങ്കുവെക്കുന്നു. ഇപ്പോഴും ഏത് വിഷയത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അതിനുള്ള മറുപടിയും അതിനാത്മാർത്ഥമായിട്ടുള്ള സഹകരണമുണ്ടായിരിക്കും. SNDP കാര്യത്തിൽ തന്നെ, ഡൽഹിയിലെ കാര്യത്തിൽ SNDP സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹത്തിന് ഈ മനോജിൻ്റെ ന്യൂഡൽഹി SNDP യോഗത്തിൻ്റെ സ്ഥാപകനും കൂടിയായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ സാധിച്ചതിലും അതിൻ്റെ ഈ ചടങ്ങിൽ അല്പസമയമെങ്കിലും 2 വാക്കിലെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് അതിയായ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. ഈ വിഷയത്തിലും ഈ സംരംഭത്തിലും സഹകരിക്കുന്നതും പങ്കെടുക്കുന്നതുമായ എല്ലാവർക്കും അതിൻ്റെ എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ നിർത്തട്ടെ. നമസ്കാരം, നന്ദി, താങ്ക് യു.